हाँ कंडू 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 हाँ जी चलिए हाँ जी ക്രോസ് ചെയ്തായിരുന്നു. അയ്യോ സ്നേക്ക് വല്ലതും ഉണ്ടോ? എനിക്ക് പേടിയാ. എനിക്ക് സ്നേക്ക് ഉണ്ടെങ്കിൽ പേടിയാ കേട്ടോ. അതാ ഇതിനകത്ത് വലിയ ടൈഗർ വരുന്നു. അമ്മോ അത് നീ പോയി നോക്ക്. എനിക്ക് പ്ലീസ്, എനിക്ക് പേടിയാ. സ്നേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാ വെച്ചിരിക്കുന്നത്. എന്നെ പോലെ പാമ്പിനെ പേടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്കൊരു പടം കണ്ടാൽ മതി, എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് കൂടി. എൻ്റെ സംശയം എനിക്കിനി വല്ല കുഴപ്പമുണ്ടോ എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. അച്ഛനും മോളും പറയുന്നത് കുഴപ്പമേ ഉള്ളൂ എനിക്കെന്താ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടംബോറിലുള്ള രാജീവ് ഗാന്ധി റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. എന്താ ഇവിടെ നോക്കാം. അപ്പം ഞാനിതുവരെ ഇവിടെ വന്നിട്ടില്ല, അപ്പൊ ഒന്ന് വരാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് കാഴ്ചകളൊന്ന് കണ്ടാലോ. രാജീവ് ഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, അവിടെ കാണാം നമുക്ക്. എല്ലാരെയും കാണാം. അയ്യോ വേണ്ട, ഇത് നിന്നെ പോലെ ഇരിക്കുന്നു. ഇതല്ലേ ഇപ്പൊ നമ്മളിപ്പോ വഴി കണ്ടത്. എന്റെ കണ്ണ് കണ്ടു, എന്താ രസമല്ലേ. എല്ലാത്തിനും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കിളികളുടെയാ. ഇവിടെ കേറിയപ്പോ ഒരു ബയോളജി ക്ലാസ്സിൽ കേറിയ പോലെ തോന്നിയത് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു കാര്യം കണ്ട്, സ്റ്റെപ്പ് വെൽ ഇതുവരെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് പോയി കാണണം. പക്ഷെ ഇപ്പൊ അവർ ഇതിനകത്തോട്ടൊന്നും ഇറങ്ങാൻ സമ്മതിക്കത്ത. ഇതാണ് എപ്പോഴെങ്കിലും ഒന്ന് പോണം. ആഹാ കൊള്ളാലോ. കാട്ടിനകത്തെ പോലെ എന്നെ നോക്കുന്നു. പെട്ടെന്ന് പേടിയായി പോയി. ഇവിടെ ഇതൊക്കെ അല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇതിനെ കണ്ടപ്പോ ഭയങ്കര സ്പിരിറ്റിന്റെ പോലത്തെ മണം ഇവിടൊക്കെ അങ്ങ് അല്ലേ. ഇതിനെയൊക്കെ ലക്കുണ്ടെങ്കിൽ നമുക്ക് സഫാരിക്ക് പോകുമ്പം കാണാൻ പറ്റും. അല്ലേല് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങളുടെ ഫ്ലോപ്പ് ആയിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റാ പിന്നെയും കണ്ടത്. നമുക്ക് പിന്നെയും പോവാം. നാളെ പോകുമ്പോ ലക്കുണ്ടെങ്കിൽ കാണാം. ലെപ്പേർഡ്, വലിയൊരു ലെപ്പേർഡ്. ഇതെന്ത് സാധനം? എന്റെ പേരൊന്നുമില്ലേ. ഹൈന കാട്ടിൽ നിൽക്കുന്ന പോലൊക്കെ ഉണ്ട്. അയ്യോ ചെവിയുണ്ടോ? ചെവിയുണ്ടോ? ഇതൊക്കെ കാലിയായിട്ടിരിക്കുന്നു. ഇവിടൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ പോയി. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓരോ ടൈഗറിനെ എങ്ങനെ പാറ്റേണിൽ കൂടെ അവർ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്. അതുപോലെ ടൈഗറിന് 26 years വരെ ഉണ്ട് കേട്ടോ ലൈഫ് സ്പാൻ. അതിപ്പോഴായ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഡയറ്റ് എന്തോ എല്ലാ കാര്യങ്ങളും ടൈഗറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുവാ? ഡെസേർട്ട് ആനിമൽ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പൊ കൊച്ചു കുട്ടികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി. അപ്പൊ ഞാനും വിടും. ആഹാ അമ്മു നോക്ക്, ഇങ്ങനെ ഒന്നത്തിന് ശരിക്കും അവിടെ ചെല്ലുമ്പോ കാണാൻ കിട്ടിയിരുന്നേലേ. ആണോ? അത്രയൊക്കെ കിട്ടും. ഇവരുടെ വില്ലേജിലൊക്കെയുള്ള വീടുകൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എവിടെയാ അവരുടെ ആർട്ട് വർക്ക് നോക്ക്, നല്ല റിസോർട്ട്. ആ മയിലിന്റെ പാറ്റേൺ കണ്ടോ. അതിന്റെ വീട്. ഇത് ബേർഡ്സിനെ പറ്റിയാ കേട്ടോ. പല ടൈപ്പ് ബേർഡ്സും അതിനെ പറ്റിയുള്ള കാര്യങ്ങളും. അപ്പൊ കുറെ ബേർഡ്സിന്റെ ഇങ്ങനെ കാലിന്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനൊക്കെ വേണം, എവിടെ നിന്നൊക്കെ വരുന്ന ബേർഡ്സ്, അങ്ങനെയൊക്കെയുള്ളതാ കുറെ കാര്യങ്ങൾ. ശരിക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും ഇത് കേട്ടോ. നമ്മുടെ ആ ടൈമൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്നാ ചാമാന്നൊന്നും പല്ലും കണ്ണുമൊക്കെ നോക്കിയാമോ. ചെവി ആഹാ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയാൽ പോയിച്ച്. എന്ത് രസം കാണാന്. മോളിരിക്കുന്നു നോക്കി. ഇതിനെ കണ്ടിട്ട് സൈസ് ഇച്ചിരിയേ ഉള്ളെങ്കിലും സ്നോ ലെപ്പേർഡില് ഭയങ്കര അഗ്രസീവ് നോട്ടം. ആഹാ ഇതാരാടാ? ടൈഗർ. എന്താ നരച്ച ടൈഗർ? ഇരുന്ന് വരച്ചതാ, വെയില് കൊണ്ട് വരച്ചത്. ആയിരിക്കും വെയില് കൊണ്ട്.
എന്താ സൈസാന്ന് നോക്കിയേ. ഇതൊക്കെ ഫോസിലുകളാണ്. ഇതുമൊക്കെ കാണാൻ ഇതിന്റെ ഷേപ്പ് ഉണ്ടോ, നല്ല രസം. ഏതായാലും ഒരു സ്ഥലത്തെങ്കിലും കേരളത്തിന്റെ കണ്ടു. പല സ്ഥലത്ത് വരുമ്പോൾ കേരളത്തിന്റെ ഒന്നും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. നമ്മുടെ ടെക്സ്റ്റൈല് കാണിച്ചിരിക്കുന്നു, കസവ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് സാരി ടൈഗറിന്റെ ആണെന്ന് തോന്നുന്നു. ഓ, ഇവിടെ നമ്മുടെ ഒരു പേര് ഉണ്ട് കേട്ടോ. കണ്ടാ, കോഴിക്കോട് കേരള. അകത്തോട്ട് കേറാൻ നോക്കിയപ്പോഴേ ഒന്നാമത് ഭയങ്കര ശാന്തത, രണ്ടാമത് എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ. പടം കണ്ടാലും പേടിയാ. അയ്യോ, അവിടെ എല്ലാം പാമ്പിന്റെ പടങ്ങളാ. വേണ്ട, പോണ്ട, തിരിച്ചു പോവാ. കാഴ്ചകളൊക്കെ ഇവിടെ ഒന്ന് കണ്ടാൽ മതി. വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ കാണുന്നില്ല. പാമ്പാണല്ലോ ഈശ്വര. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. വാ പോരെ. ചിപ്കോ മൂവ്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് ഒരു വില്ലേജ് ആണ്, രാജസ്ഥാനിലുള്ളതാ. പക്ഷെ അവിടെ പോണോന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്, പറ്റിയില്ല. കുറച്ച് ദൂരമാവും. അവിടാണ് സൽമാൻ ഖാൻ പോയി മാനിനെ വെടിവെച്ച് പണി വാങ്ങിച്ചില്ലേ, ആ ഒരു ഗ്രാമമായത്. വൈൽഡ് ലൈഫ് ഒക്കെ ഇങ്ങനെ അവിടെ ഒന്നുമില്ല, ഇങ്ങനെ തുറന്നു കിടക്കുക. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി, എല്ലാ ആനിമൽസും അവിടെ നമുക്ക് അങ്ങനെ നമ്മുടെ വണ്ടിയിലൊന്നും പോകാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും അവരുടേതായ ഇതുണ്ട്, അതിലൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പോകാനൊക്കെ പറ്റത്തില്ല. ഇങ്ങനെ ഭയങ്കര രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ടൈഗറിന്റെ കുഞ്ഞിനെ കണ്ടോ, എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ. ഒരു നോട്ടി ലുക്കില്ലേ ആർട്ട് ഫോം. ഇതെല്ലാം മിക്ക വീടുകളും ഒക്കെ ഇവര് ഡെക്കറേറ്റ് ചെയ്യുന്ന ഇതാ. എന്തൊരു ഫൈൻ ആണെന്നറിയോ ഇതിന്റെ ഇതെന്ന് നോക്കിയേ, ഡീറ്റെയിലിംഗ് നോക്കിയതിനകത്ത് വലിയ വലിയ പിക്ചേഴ്സുകളാണ് ഇവരിത് ചെയ്യുന്നത്. എന്തോ വെച്ചിട്ടാന്നത്. വൈറ്റ് കളറില, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. ആ വൈറ്റ് കളർ എന്തോ ആണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ, അവരുടെ ആർട്ട് വർക്കുണ്ടോ വീടുകളിലൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത്. ആ വോളിലൊക്കെ പെയിന്റിങ് ഉണ്ട്. എന്തില് തന്നെ കലത്തില്, അടുപ്പില്, എല്ലാ പെയിന്റിങ് അവര് ചെയ്യുന്നത്. വീടിന്റെ മണ്ടയ്ക്ക് നിന്ന് തീച്ചങ്ങ ഉണങ്ങി കിടക്കുന്നുണ്ടോ, അതുപോലെ കണ്ടോ. നമ്മളെ ഓല വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഇവിടെ പുല്ല് വെച്ചിട്ടാ ചെയ്യുന്നത് വീടിന്റെ. ഇന്ത്യയിലുള്ള ഹെറിറ്റേജ് സൈറ്റുകളാണ് കേട്ടോ. പലയിടത്തും പോയിട്ടുണ്ട്, പോയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട്. ഇതിൽ ഏറ്റവും ഒത്തിരി 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 ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാ അജന്ത എല്ലോറ കേവ്സ്. ഓ, എന്ത് രസമാണ് അവിടെ അല്ലേ. അവിടെ ഒന്ന് പോണം. കഴിയുമ്പോൾ അതിന്റെ പേരും എഴുതിയാ മതി. എവിടെ? ജയ്പൂരിലോ? ജയ്പൂർ എന്നുള്ളത്. ഇറങ്ങുമ്പോൾ ഫീഡ്ബാക്ക് കൊടുക്കണം. അപ്പോൾ അഡ്രസ്സ് ചെയ്ത് കൊടുക്കണമെന്നൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ സ്ഥിരമായിട്ടെങ്കിലും താമസമില്ലല്ലോ, അതാണ് ഒന്ന് കൺഫ്യൂസ് ആയത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതുമയുള്ള കുറേ നല്ല യാത്രാ കാഴ്ചകളുമായിട്ട് നമ്മൾ എത്രയും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.